ഇന്ന് ഉറക്കം എണീറ്റ് പല്ല് പോലും തേക്കാതെ എടുത്ത ട്രേഡാണ്. റൂമിന്റെ വെളിയിൽ ഇറങ്ങാനുള്ള ഗ്യാപ്പ് പോലും കിട്ടിയില്ല. കണ്ണാടി എനിക്കൊരു വീക്ക്നസ് ആണ്. അപ്പോൾ എടുത്തിട്ട് ഫുഡ് അടിക്കാന്ന് വിചാരിച്ചപ്പോൾ അച്ഛന്റെ വക 8-ന്റെ എണ്ണം 16-ന്റെ പണി. പിന്നെ നല്ല ചമ്മന്തിയും ദോശയൊക്കെ കഴിച്ച് കുട്ടപ്പനായി മേലിൽ പോയി അടുത്ത ട്രേഡ് എടുത്തു. ശുഭം. പക്ഷേ എന്താണ്, ഞാൻ ചെറിയ ലോസിൽ എക്സിറ്റ് ചെയ്തു. ഓവറോൾ നോക്കുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണ്. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെടി ഗീവ് അവേ ഉള്ളതുകൊണ്ട് അമ്മ എന്റെ ഹെൽപ്പ് ചോദിക്കും. ഇതിൽ ആയാസകരമായ ഹെൽപ്പ് എല്ലാം ഞാനാണ് ചെയ്യല്. അതിൽ ആലീസ് ആന്റിക്കും തൊട്ടപ്പുറത്തെ സതീഷ് അങ്കിളിനുമാണ് ഇപ്രാവശ്യത്തെ ഗീവ് അവേ. എന്റെ ഒരു അനുഭവം വെച്ച് പറയാണ്, ഒരു സാധാരണ മനുഷ്യന് 20 തൊട്ട് 30 മിനിറ്റ് വരെ വർക്കൗട്ട് ചെയ്താൽ മതി. അല്ല, ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഫുഡ് ഡെലിവറിക്ക് ഇറങ്ങുന്ന സമയത്താണ് ലാലേട്ടന്റെ പടത്തിന് അതിഭീകര റിപ്പോർട്ട് വരുന്നത്. പണിക്ക് പോകണോ പടത്തിന് പോകണോ എന്നുള്ള ചോദ്യത്തിനിടയിൽ ഞാൻ പണിക്ക് പോകാൻ തീരുമാനിച്ചു. കുമാർ കഫേ പോയി ഫുഡിന്റെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. ആദ്യ മനുഷ്യൻ, അത് ഈ ചൂടത്ത്. വല്ലാത്ത പോസിറ്റിവിറ്റിയാണ്. ഫുഡ് ഡെലിവറിയിൽ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അൾട്ടിമേറ്റ് പോസ്റ്റ്. പണി കഴിഞ്ഞ് വന്നപ്പോൾ പൂജപ്പുര വന്നൊരു സേവ് പൂരി താങ്ങാന്ന് വിചാരിച്ചു. അതിഭീകരം എന്ന് പറയാനില്ല, ഒരു ആവറേജ് ഹിറ്റ്. നിനക്കൊക്കെ ഫുഡ് എടുത്ത് തരണം, വീഡിയോ ഉണ്ടാക്കി തരണം അല്ലേടാ. ഇതാണ് ആ മനുഷ്യന്റെ മനസ്സിലൂടെ പോയെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അവിടെ നിന്ന് ഒരു 30-40 കത്തിച്ച് വീട്ടിലെത്തി 2 ബുൾസ് കഴിഞ്ഞപ്പോൾ സമാധാനമായി. അപ്പോൾ നാളെ കാണാം, ബൈ.